ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീറ്റോൺ ബോഡി ഫോർമേഷനെ കുറിച്ചാണ്. കീറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ ലിവറിൽ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റബോളിക് പാത്വേ ആണ്. അതിൻ്റെ ഉദ്ദേശം കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എനർജി സോഴ്സിൽ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴാണ് കീറ്റോൺ ബോഡീസ് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായി വരുന്നത്? എസ്പെഷ്യലി ഗ്ലൂക്കോസ് നമ്മളുടെ ബോഡിയിൽ കുറയുന്ന കണ്ടീഷനുകളിലാണ് നമ്മളുടെ ബോഡി കീറ്റോൺ ബോഡീസിനെ എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോർമലി നമ്മുടെ ബോഡി എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ ലിവറിൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണോ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് ആ സമയത്ത് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ബൈ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഗ്ലൂക്കോസ് സെല്ലുകൾ അപ്ടേക്ക് ചെയ്യുകയും ഗ്ലൈക്കോളിസിസ് നടത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നോർമൽ പാത്വേ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒട്ടും ഗ്ലൂക്കോസ് ഇല്ലാത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസാണ്. ഒന്ന് ഒരു നോർമൽ കണ്ടീഷനും വേറെ ഒന്ന് അബ്നോർമൽ കണ്ടീഷനും. നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസായിട്ട് എക്സർസൈസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർവേഷൻ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്തും നമ്മളുടെ ബോഡിയിലെ ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറ് പെട്ടെന്ന് യൂസ്ഡ് അപ്പ് ആവും. ആ സമയത്ത് നമുക്ക് ഒരു ഓൾട്ടർനേറ്റ് എനർജി സോഴ്സ് വേണം. എസ്പെഷ്യലി ഫാറ്റി ആസിഡിൽ നിന്നാണ് ആ ആൾട്ടർനേറ്റ് എനർജി സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ചില ഡിസീസ് കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഡയബറ്റീസ് മെലിറ്റസ്, ടൈപ്പ് 1 ഡയബറ്റീസ്, ഈ അസുഖമുള്ളവരിലും ആൽക്കഹോളിസം ഉള്ളവരിലും ബ്ലഡ് ഷുഗർ ലെവൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ആ ഷുഗർ നമുക്ക് അല്ലെങ്കിൽ ആ ഗ്ലൂക്കോസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ എമൗണ്ട് ആയിരിക്കും. ആ സമയത്ത് നമ്മളുടെ ബോഡി എന്ത് ചെയ്യും? എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിൽ നിന്ന് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളുടെ ബോഡിക്ക് മിക്ക ഓർഗൻസിനും അല്ലെങ്കിൽ ടിഷ്യൂസിനും നമുക്ക് കീറ്റോൺ ബോഡി എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ബ്രെയിനിൻ്റെ കേസിലാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് സോൾലി ഗ്ലൂക്കോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓൾട്ടർനേറ്റ് സോഴ്സിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യേണ്ടി വരും. അപ്പം അവിടെയാണ് കീറ്റോൺ ബോഡീസിൻ്റെ ഇമ്പോർട്ടൻസ്. ആ സമയത്ത് നമ്മളുടെ ബ്രെയിൻ കീറ്റോൺ ബോഡീസിനെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇതുകൂടാതെ ഹാർട്ടും കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ്. ഈ ലിവറിലാണ് കീറ്റോൺ ബോഡി പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ലിവറിന് ഈ മോളിക്യൂളിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എൻസൈം, ബീറ്റാ കീറ്റോ അസൈൽ കോയെ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ലിവറിൽ ആബ്സെൻ്റ് ആണ്. ഇനി ഏതൊക്കെയാണ് കീറ്റോൺ ബോഡീസ്? അസറ്റോ അസറ്റേറ്റ്, ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, അസറ്റോൺ. ഇതിൽ അസറ്റോൺ എന്ന് പറയുന്ന ഒരു ഗ്യാസാണ്. ബാക്കി രണ്ട് മോളിക്യൂൾസുമാണ് മെയിനായിട്ട് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അസറ്റോൺ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അത് റിലീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി രണ്ട് മോളിക്യൂൾസിനെ ആണ് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ രണ്ട് മോളിക്യൂളിൻ്റെ പ്രത്യേകത, രണ്ടും വാട്ടർ സൊല്യൂബിളാണ്. ഇത് ഫാറ്റി ആസിഡിൽ നിന്ന് തന്നെയാണ് ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫാറ്റി ആസിഡിൻ്റെ ബ്രേക്ക് ഡൗണിൽ നിന്ന് കിട്ടുന്ന അസറ്റൈൽ കോയിൽ നിന്നാണ് ഈ രണ്ട് മോളിക്യൂൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഫാറ്റി ആസിഡിനെ നമുക്ക് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള ടൈം നമുക്കിവിടെ ലാഭിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഫാറ്റി ആസിഡ് നമുക്ക് ഫാറ്റി ആസിഡിലെ അസറ്റൈൽ കോയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ രണ്ട് വാട്ടർ സൊല്യൂബിൾ മോളിക്യൂൾസിനെ പെട്ടെന്ന് തന്നെ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എനർജി റിക്വയറിംഗ് ടിഷ്യൂസിലേക്ക് എത്തിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്, അസറ്റോ അസറ്റിക് ആസിഡ് ആൻഡ് അസറ്റോൺ ആർ കോൾഡ് കീറ്റോൺ ബോഡീസ്. അപ്പോൾ അത് വേണമെങ്കിൽ രണ്ട് മാർക്കിന് വരും. വിച്ച് ആർ ദ കീറ്റോൺ ബോഡീസ് ഇൻ അവർ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ്, ദെൻ അസറ്റോ അസറ്റേറ്റ് ഓർ അസറ്റോൺ. ഇത് നമുക്ക് അതിൻ്റെ അയണൈസ്ഡ് ഫോമിലാണ് നമ്മളങ്ങനെ പറയുന്നത്. ശരിക്കും ഇത് ആസിഡ്സ് ആണ്. ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്, അസറ്റോ അസറ്റിക് ആസിഡ് ആൻഡ് അസറ്റോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് ഒരുപാട് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ pH കുറയുകയും അത് കീറ്റോ ആസിഡോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും. അതാണ് ശരിക്കും ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ്. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ നമ്മളുടെ അവരുടെ ബ്ലഡിൽ ഈ കീറ്റോൺ ബോഡീസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ പറ്റുന്നതിലും കൂടുതലുണ്ടാവും. അപ്പം എന്ത് ചെയ്യും? അവരുടെ ബ്ലഡിലെ pH കുറയുകയും അത് അവരെ കോമ സ്റ്റേജിലേക്കൊക്കെ പോകും. ഡെത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ടെർമിനൽ കോംപ്ലിക്കേഷനാണ് ഡയബറ്റീസ് മെലിറ്റസിൻ്റെ. അപ്പം ഈ മൂന്ന് മോളിക്യൂൾസാണ് കീറ്റോൺ ബോഡീസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് വാട്ടർ സൊല്യൂബിൾ ആണ് ഇത് മൂന്നും. അതുകൊണ്ട് തന്നെ നമുക്ക്
ഇത് ഈസി ആയിട്ട് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫോർമേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ ഫോർമേഷൻ വളരെ ഈസി ആയിട്ടുള്ള 5 സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നടക്കുന്നത് ലിവറിലാണ്. ലിവറിൽ പിന്നെ നമുക്ക് അസറ്റൈൽ കോയിൽ നിന്ന് തന്നെയാണ് കീറ്റോൺ ബോഡി ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരുപാട് കുറയുന്നത്, എസ്പെഷ്യലി സ്റ്റാർവേഷൻ, ദെൻ ഇൻറ്റൻസ് എക്സർസൈസ്, പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ്, ദെൻ ആൽക്കഹോളിസം, ഈ കണ്ടീഷൻസിലൊക്കെ നമ്മളുടെ പിന്നെ ലിവറിലെ ഫാറ്റി ആസിഡ്സിൽ നിന്നുണ്ടാകുന്ന അസറ്റൈൽ കോയെ ഈ അസറ്റൈൽ കോയെ നമ്മൾ കീറ്റോൺ ബോഡീസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ കീറ്റോൺ ബോഡീസ് ബ്ലഡ് വഴി എനർജി റിക്വയറിംഗ് ടിഷ്യൂസിലെത്തി അവിടെ വെച്ച് വീണ്ടും അസറ്റൈൽ കോയെ ഫോർമേഷൻ നടക്കുകയും അത് TCA സൈക്കിളിലേക്ക് പോയി എനർജി പ്രൊഡക്ഷനിലേക്ക് പോകും. അങ്ങനെയാണ് കീറ്റോൺ ബോഡീൻ്റെ യൂട്ടിലൈസേഷൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടൻസേഷൻ റിയാക്ഷനാണ്. 2 മോളിക്യൂൾ അസറ്റൈൽ കോയെ, ഫാറ്റി ആസിഡ്സിൻ്റെ ബ്രേക്ക് ഡൗണിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് അസറ്റൈൽ കോയ എന്ന് നമുക്കറിയാം. 2 മോളിക്യൂൾ അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്യുന്നു. കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്ക് അസറ്റൈൽ കോയ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഫോം ചെയ്യും. എൻസൈമിൻ്റെ പേര് തയോലേസ് എന്നാണ്. ഈ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബീറ്റ ഓക്സിഡേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് 4 കാർബണുള്ള മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 മോളിക്യൂൾ അസറ്റൈൽ കോയായി മാറുമ്പോഴാണ് ബീറ്റ ഓക്സിഡേഷൻ എൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ റിവേഴ്സൽ പ്രോസസ്സാണ് ശരിക്കും ഈ കീറ്റോൺ ബോഡി ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ റിവേഴ്സൽ ഓഫ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കീറ്റോൺ ബോഡി ഫോർമേഷൻ. സെയിം എൻസൈമാണ്. അവിടെയും തയോലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്, ഇവിടെയും തയോലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അപ്പം ഇവിടെ 2 മോളിക്യൂൾ അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്തിട്ട് അസറ്റൈൽ കോയെ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 2 മോളിക്യൂൾ അസറ്റൈൽ കോയെ നമ്മൾ 2 കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ അസറ്റൈൽ കോയെ, സെക്കൻഡ് മോളിക്യൂൾ അസറ്റൈൽ കോയെ, ഈ 2 മോളിക്യൂൾ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾ കോഎൻസൈമേ പോകും. അപ്പം ഈ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് അസറ്റൈൽ കോയിൽ നിന്ന് ഒരു കോഎൻസൈമേ പോവുകയും ഈ 2 മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അസറ്റൈൽ കോയ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ കണ്ടൻസേഷൻ ഓഫ് 2 മോളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോയ ടു ഫോം അസറ്റൈൽ കോയ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ വീണ്ടും ഒരു അസറ്റൈൽ കോയ മോളിക്യൂളും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. കൂടാതെ ഒരു വാട്ടർ മോളിക്യൂളും കൂടെ ആഡ് ചെയ്യും. അപ്പം ഒരു കോഎൻസൈമെ ഇതിനകത്ത് നിന്ന് റിലീസ് ചെയ്യും. ഈ എൻസൈമിൻ്റെ പേര് HMG കോയ സിന്തേസ് എന്നാണ്. HMG കോയ സിന്തേസ്. അപ്പം എന്തുകൊണ്ടാണ് HMG കോയ സിന്തേസ് എന്ന് പറയുന്നത്? കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് HMG കോയ എന്ന് പറയുന്ന മോളിക്യൂളാണ്. എന്താണ് HMG കോയ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ നിങ്ങൾ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഈ അസറ്റൈൽ കോയ എന്ന് പറയുന്നത് ബ്ലൂ കളറിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ ബ്ലൂ കളറിലുള്ളത് ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു മോളിക്യൂൾ അസറ്റൈൽ കോയയും കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കോഎൻസൈമെ പോവുകയും ചെയ്യുന്നു. ഓക്കെ, ആ കോഎൻസൈമെ അങ്ങ് പോകും. ഈ ബ്ലൂ അസറ്റൈൽ കോയിൽ നിന്നൊരു കോഎൻസൈമെ പോവുകയും ചെയ്യും. ഇതിലെ CH3C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ CH3 ആഡ് ചെയ്താൽ CH2 എന്നാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു CH3 അത് ഓൾറെഡി CH3 ഉള്ളതാണ്. പിന്നെ ഒരു OH. അപ്പോൾ ആ H വരുന്നത് OH വാട്ടർ മോളിക്യൂളിൽ നിന്നാണ് വരുന്നത്. ആ വാട്ടർ മോളിക്യൂളിൽ OH ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ബാക്കി അതേപോലെ തന്നെ. ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിലെ ഫസ്റ്റ് കാർബൺ എന്ന് പറഞ്ഞാൽ കാർബോക്സിൽ കാർബണാണ്. സെക്കൻഡ് കാർബൺ CH2 ആണ്. തേർഡ് കാർബണിലാണ് OH ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് തേർഡ് കാർബൺ എന്ന് പറയുന്നത് ബീറ്റ കാർബൺ ആണ്. സോ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ബീറ്റ ഹൈഡ്രോക്സി. ബീറ്റ കാർബണിൽ OH ഗ്രൂപ്പ് വരുന്നു. കാർബണിൽ തന്നെ മീഥൈൽ ഗ്രൂപ്പും വരുന്നു. അതുകൊണ്ടാണ് ബീറ്റ ഹൈഡ്രോക്സി, ബീറ്റ മീഥൈൽ, ഗ്ലൂട്ടാറൈൽ കോയെ. 1 2 3 4 5 6 കാർബണുള്ള ഫാറ്റി ആസിഡാണ് ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം ബീറ്റ ഹൈഡ്രോക്സി, ബീറ്റ മീഥൈൽ, ഗ്ലൂട്ടാറൈൽ കോയ എന്ന് പറയുന്ന മോളിക്യൂളാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇതിലെ ഫസ്റ്റ് ലെറ്റർ, ബീറ്റ ഹൈഡ്രോക്സിയിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് H ആണ്. ഹൈഡ്രോക്സിയുടെ Hഉം മീഥൈലിൻ്റെ Mഉം ഗ്ലൂട്ടാറൈലിൻ്റെ Gയും കൂടെ ചേർത്തിട്ടാണ് HMG കോയ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് പറയുന്നത്, ഈ മോളിക്യൂളിന് പറയുന്നത്. ഇതിന് വേറൊരു പേരും പറയാം. 3 ഹൈഡ്രോക്സി 3 മീഥൈൽ ഗ്ലൂട്ടാറൈൽ കോയ എന്നും പറയാം. കാരണം കാർബോക്സിൽ കാർബൺ ഫസ്റ്റ് കാർബണാണ്, തൊട്ടടുത്ത കാർബൺ സെക്കൻഡ് കാർബണാണ്, തേർഡ് കാർബണിലാണ് OHഉം മീഥൈൽ ഗ്രൂപ്പും വന്നിരിക്കുന്നത്. ആൽഫ ബീറ്റ നമ്പറിങ് അനുസരിച്ചിട്ട് കാർബോക്സിൽ കാർബൺ തൊട്ടടുത്തുള്ള മീഥൈൽ ഗ്രൂപ്പാണ് ആൽഫ കാർബൺ, അതിന് തൊട്ടടുത്തുള്ളത് ബീറ്റ ആണ്. അപ്പോൾ ബീറ്റ കാർബണിലാണ് OH ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പും വന്നിരിക്കുന്നത്. അപ്പം ബീറ്റ കാർബൺ അഥവാ തേർഡ് കാർബണിലാണ് ഇത് വന്നിരിക്കുന്നത്. സോ നമുക്ക് 2 രീതിയിൽ ഇതിനെ പറയാം. ബീറ്റ ഹൈഡ്രോക്സി, ബീറ്റ മീഥൈൽ ഗ്ലൂട്ടാറൈൽ കോയ എന്നും പറയാം. 3 ഹൈഡ്രോക്സി 3 മീഥൈൽ ഗ്ലൂട്ടാറൈൽ കോയ എന്നും പറയാം. അപ്പം ഈ മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത് എൻസൈമിൻ്റെ പേര് HMG കോയ സിന്തേസ് എന്നാണ്. സോ HMG കോയ സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം, അതുകൊണ്ടാണ് HMG കോയ സിന്തേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു മോളിക്യൂൾ വാട്ടർ ആഡ് ചെയ്യുന്നു, ഒരു മോളിക്യൂൾ അസറ്റൈൽ കോയ ആഡ് ചെയ്യുന്നു, ഒരു മോളിക്യൂൾ കോഎൻസൈമേ പോകുന്നു. ഇതാണ് നടക്കുന്നത്.
ഇനി തേർഡ് സ്റ്റെപ്പിൽ ഇതൊരു ലൈസിസ് റിയാക്ഷനാണ്. ലൈസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴും ബ്രേക്കേജ് ആണ്. അപ്പോൾ ഈ ബ്രേക്കേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു മോളിക്കൂൾ അസറ്റൈൽ കോയെ അങ്ങ് റിലീസ് ചെയ്യും. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന റീജൻ, ഈ എൻഡിലുള്ള ഈ റീജനാണ് പോകുന്നത്, അസറ്റൈൽ കോയായിട്ട് പോവും. ബാക്കി ഉള്ള മോളിക്കൂൾ എന്താണ് നമുക്ക് നോക്കിയാൽ അറിയാം, CH3 C ഡബിൾ ബോണ്ടോ CH2 CO-. ഇതിന് അസറ്റേറ്റ് എന്നാണ് പറയുന്നത്. 2 മോളിക്കൂൾ അസറ്റേറ്റ് ഗ്രൂപ്പാണ്, അസറ്റേറ്റ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം CH3COOH ആണ്. അപ്പോൾ 2 CH3CO ഗ്രൂപ്പ് വരുമ്പോഴാണ് അസറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കീറ്റോൺ ബോഡി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വാട്ടർ സൊല്യൂബിൾ ആണ്. ഇതിൽ നിന്ന് എനർജി പ്രൊഡക്ഷൻ പോസിബിൾ ആണ്. അതായത് ഇതിൽ നിന്ന് അസറ്റൈൽ കോയ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ അസറ്റൈൽ കോയ TCA സൈക്കിളിലേക്ക് പോകും. TCA സൈക്കിളിൽ നിന്ന് ATP ഫോർമേഷൻ നടക്കും. ഇതാണ് അതിനകത്ത്. ഈ അസറ്റേറ്റിന് 2 ഫേറ്റ് ആണ്. ഒന്ന്, ഇതിനകത്ത് ഒരു സ്പോണ്ടേനിയസ് ഡീകാർബോക്സിലേഷൻ നടക്കാം. അതായത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാം. അതിൻ്റെ എൻസൈമിൻ്റെ പേര് ഡീകാർബോക്സിലേഷൻ ആണ്. അസറ്റോഅസറ്റേറ്റിനെ ഡീകാർബോക്സിലേറ്റ് ചെയ്യുന്ന എൻസൈം, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് അസറ്റോൺ എന്നാണ്. CH3 C ഡബിൾ ബോണ്ടോ CH3, അതാണ് അസറ്റോൺ. ദിസ് ഈസ് എ ഗ്യാസ്, ഇറ്റ് ഈസ് റിലീസ്ഡ്. ഇതിനകത്ത് നമുക്ക് എനർജി ഒന്നും കിട്ടത്തില്ല. ഇനി അസറ്റോഅസറ്റേറ്റിൻ്റെ രണ്ടാമത്തെ ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നു. NADH ഉപയോഗിച്ച് ഇതിനെ റെഡ്യൂസ് ചെയ്യുന്നു. റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 ഹൈഡ്രജൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആൽഫ കാർബണിലാണ്. നിങ്ങൾ നോക്കി കാണാൻ പറ്റും, മീഥൈൽ കാർബണിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിലാണ്, മീഥൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബോക്സിൽ കാർബണിലാണ് ഈ 2 ഹൈഡ്രജനും ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ഒരു H വരും. അപ്പം അത് OH ആവും അത്. പിന്നെ താഴെ ഒരു H. അപ്പം CH3 CHOH CH2 CO-. ഇതിൻ്റെ പേരാണ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്. എന്തുകൊണ്ടാണ് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത്? ആൽഫ കാർബൺ തൊട്ടടുത്തുള്ള കാർബണാണ് ബീറ്റ കാർബൺ. ആ ബീറ്റ കാർബണിലാണ് ആൽഫ കാർബൺ, ഇത് കാർബോക്സിൽ കാർബണാണ് ഫസ്റ്റ് കാർബൺ. തൊട്ടടുത്തുള്ളത് ആൽഫ കാർബൺ, അതിന് തൊട്ടടുത്തുള്ളത് ബീറ്റ കാർബൺ. അപ്പോൾ ബീറ്റ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നു. സോ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത് 4 കാർബണുള്ള ഫാറ്റി ആസിഡാണ്. സോ ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത കീറ്റോൺ ബോഡി ഫോം ചെയ്തിരിക്കുന്നത്. എൻസൈമിൻ്റെ പേര് ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. ഒരു ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. NADH ആണ് നമുക്ക് ഇവിടുത്തെ ഹൈഡ്രജൻ ഡോണർ എന്ന് പറയുന്നത്. NADH ഓക്സിഡൈസ് ചെയ്ത് NAD++H+ ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ 2 കീറ്റോൺ ബോഡീസും അസറ്റോഅസറ്റേറ്റും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റും ഫോം ചെയ്യുന്നു. ഇത് രണ്ടും ബ്ലഡ് വഴി എനർജി റിക്വയറിംഗ് ടിഷ്യൂസിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇതിനെ ആ ടിഷ്യൂസ് കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ കോയാക്കി മാറ്റുന്നു. ഈ അസറ്റൈൽ കോയെ പിന്നീട് ക്രബ് സൈക്കിളിലേക്ക് പോയി ATP പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് കീറ്റോൺ ബോഡി ഫോർമേഷൻ.